കോടിക്കണക്കിന് വരുന്ന മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെയും സഞ്ജു ആരാധകരുടെയും നെഞ്ചു തകർക്കുന്ന അങ്ങേറ്റം ദൗർഭാഗ്യകരമായൊരു വാർത്തയാണിപ്പോൾ നടക്കുന്ന മത്സരക്കളത്തിൽ നിന്നും പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര T20 കരിയറിലെ 1500 റൺസ് എന്ന ചരിത്ര നാഴികക്കല്ലിലേക്ക് കുതിക്കാൻ വെറും 101 റൺസ് മാത്രം ബാക്കി നിൽക്കെ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ വെടിക്കെട്ട് തീർക്കാൻ കളത്തിലിറങ്ങിയ നമ്മുടെ സുൽത്താൻ സഞ്ജുവിന് അത്യധികം ദാരുണമായ രീതിയിൽ ക്രീസ് വിടേണ്ടി വന്നു. അതെ, ക്രിക്കറ്റ് ലോകം ഇന്നുവരെ കാണാത്തൊരു കനത്ത തിരിച്ചടിയാണിപ്പോൾ സഞ്ജുവിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ച എതിർ ടീമിൻ്റെ യുവ പേസർ ജയമുദ്രയെറിഞ്ഞ തൻ്റെ കരിയറിലെ ആദ്യത്തെ സിംഗിൾ പന്തിൽ തന്നെ സഞ്ജു ക്ലീൻ ബോൾഡായി പുറത്തായിരിക്കുന്നു. ഒരു ബൗളറെ സംബന്ധിച്ച് തൻ്റെ അന്താരാഷ്ട്ര കരിയറിലെ ആദ്യ പന്തിൽ തന്നെ സഞ്ജുവിനെ പോലൊരു ലോകോത്തര ബാറ്ററുടെ വിക്കറ്റ് വീഴ്ത്തുകയെന്നത് ഒരു സ്വപ്നതുല്യമായ തുടക്കമാണെങ്കിൽ, സഞ്ജുവിനെ സംബന്ധിച്ചത് കരിയറിലെ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു നിമിഷമായി മാറിയിരിക്കുകയാണ്. താരമെറിഞ്ഞ ആ 139 km വേഗതയേറിയ ലെങ്ത് ഡെലിവറിയിൽ സഞ്ജുവിന് എവിടെയാണ് പിഴച്ചത്? ഓഫ് സ്റ്റമ്പിന് തൊട്ടു പുറത്തുകൂടി ആംഗിൾ ചെയ്ത് അകന്നുപോയ ആ പന്തിനെ ഹാർഡ് ഹാൻഡ്സ് വെച്ച് ഓഫ് സൈഡിലേക്ക് അടിച്ചു മാറ്റാൻ ശ്രമിച്ച സഞ്ജുവിൻ്റെ ബാറ്റിൻ്റെ ഇൻസൈഡ് എഡ്ജിൽ തട്ടി പന്ത് നേരെ മിഡിൽ ആൻഡ് ലെഗ് സ്റ്റമ്പിൻ്റെ അടിത്തറ ഇളക്കുമ്പോൾ ബെൽഫാസ്റ്റിലെ സ്റ്റേഡിയം ഒന്നടങ്കം അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായി പോയി. വെറും 4 പന്തിൽ ഒരു 4 അടക്കം 5 റൺസ് മാത്രം നേടി സഞ്ജു മടങ്ങുമ്പോൾ സഞ്ജുവിനെതിരെ അണിയറയിൽ പ്ലാനുകൾ നെയ്യുന്ന വടക്കൻ ലോബികൾക്ക് ഇത് പുതിയൊരു ആയുധമായി മാറുമോ? ബെൽഫാസ്റ്റിൽ ഇപ്പോൾ നടന്ന ഈ ഞെട്ടിക്കുന്ന ഔട്ടിൻ്റെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് സ്പോർട്സ് പിച്ചിൻ്റെ ഒരു വലിച്ചു കീറിയുള്ള മാസ് കളി വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ നടന്ന ആ മത്സരത്തിലെ ഏറ്റവും നിർണായകമായ ആ വിക്കറ്റ് നിമിഷത്തിലേക്ക് വരാം. സഞ്ജു ക്രീസിലെത്തുമ്പോൾ ആരാധകർ വലിയൊരു സിക്സർ വെടിക്കെട്ടായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തൻ്റെ ആദ്യ മത്സരം കളിക്കാനിറങ്ങിയ ജയമുദ്ര എന്ന ബൗളറുടെ ആത്മവിശ്വാസം തകർക്കാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല. തൻ്റെ അന്താരാഷ്ട്ര കരിയറിലെ ആദ്യ പന്തെറിയാൻ ഓടിയെത്തിയ താരം എറിഞ്ഞത് കൃത്യമായ ലൈനിലുള്ള ഒരു മാരക പന്തായിരുന്നു. മണിക്കൂറിൽ 139 കിലോമീറ്റർ വേഗതയിൽ ഓഫ് സ്റ്റമ്പിന് പുറത്തുള്ള ചാനലിൽ ഒരു അത്യുഗ്രൻ ലെങ്ത് ഡെലിവറിയാണ് അദ്ദേഹം എറിഞ്ഞത്. പന്ത് റിലീസ് ചെയ്തതിനു ശേഷം ബൗളറുടെ ആംഗിൾ അനുസരിച്ച് അത് ഓഫ് സൈഡിലേക്ക് ചെറുതായി അകന്നു മാറിയിരുന്നു. ഈ ഒരു പന്തിനെ കൃത്യമായി ഡിഫൻസ് ചെയ്യുന്നതിന് പകരം സഞ്ജു തൻ്റെ തനത് അഗ്രസീവ് ശൈലിയിൽ വളരെ ഹാൻഡ്സ് ഉപയോഗിച്ച് ഓഫ് സൈഡിലേക്ക് ബലമായി ഫോഴ്സ് ചെയ്ത് അടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ സഞ്ജുവിൻ്റെ ടൈമിംഗ് പാളിയ നിമിഷത്തിൽ പന്ത് ബാറ്റിൻ്റെ കട്ടിയേറിയ ഉൾഭാഗത്ത് ഉരസിക്കൊണ്ട് നേരെ വിക്കറ്റിലേക്ക് പാഞ്ഞുകയറി. മിഡിൽ ആൻഡ് ലെഗ് സ്റ്റമ്പുകളുടെ അടിത്തറയിലേക്ക് പന്ത് ചെന്നടിച്ചപ്പോൾ സഞ്ജുവിന് ഹെൽമറ്റിൽ കൈവച്ച് നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. വെറും 4 പന്തിൽ 5 റൺസുമായി സഞ്ജു പുറത്താകുമ്പോൾ അത് ജയമുദ്ര എന്ന അരങ്ങേറ്റക്കാരുടെ ഒരു സ്വപ്നതുല്യമായി തുടക്കമായി മാറി. ഈ ഒരു ഔട്ട് വെറുതെ സംഭവിച്ച ഒന്നല്ല. ഇതിന് പിന്നിലെ സാങ്കേതികമായ കാരണങ്ങൾ നമ്മൾ വലിച്ചുകീറി പരിശോധിക്കേണ്ടതുണ്ട്. സഞ്ജു എപ്പോഴും ഭയമില്ലാത്ത ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബാറ്ററാണ്. പിച്ചിൻ്റെ മനോഭാവം മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ റൺസ് അടിച്ചുകൂട്ടുകയെന്ന സഞ്ജുവിൻ്റെ ശൈലി പലപ്പോഴും വൻ വിജയമായിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അത് വലിയ ചതിക്കുഴിയാകാറുമുണ്ട്. ഇവിടെ താരമെറിഞ്ഞ പന്ത് കൃത്യമായ ലൈനിലാണ് വന്നത്. ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് പോകുന്ന പന്തുകളെ എപ്പോഴും സോഫ്റ്റ് ഹാൻഡ്സ് വെച്ച് നേരിടുകയോ അല്ലെങ്കിൽ ലീവ് ചെയ്യുകയാണ് ബാറ്റ്സ്മാൻമാർ ചെയ്യാറുള്ളത്. എന്നാൽ സഞ്ജു തുടക്കം മുതൽ തന്നെ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ ബാറ്റിംഗ് ഷോട്ട്. പന്തിൻ്റെ വേഗതയും ആംഗിളും കൃത്യമായി ജഡ്ജ് ചെയ്യാൻ കഴിയാതെ വലിയൊരു ഷോട്ടിന് മുതിർന്നപ്പോൾ ബാറ്റിനും പാഡിനും ഇടയിലൂടെ പന്ത് അകത്തേക്ക് കയറുകയായിരുന്നു. ഒരു 4 അടിച്ച് നല്ലൊരു തുടക്കം ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സഞ്ജു ഈ രീതിയിൽ പുറത്തായത്. ഈ ഒരു അശ്രദ്ധമായ ഷോട്ട് സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കാരണം വരാനിരിക്കുന്ന വലിയ ടൂർണമെൻറ്റുകളിലെ ടീമിലെ സ്ഥാനമുറപ്പിക്കാൻ സഞ്ജുവിന് ഓരോ ഇന്നിങ്സും അങ്ങേറ്റം വിലപ്പെട്ടതായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ആ വിമാനയാത്രയിലെ ചിത്രം കണ്ടതാണ്. വൈഭവ് സൂര്യവംശിയും അഭിഷേക് ശർമ്മയും പോലുള്ള പുതിയ യുവതാരങ്ങളെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്ന് സഞ്ജുവിനെ പുറത്താക്കാൻ എല്ലാവരും ചേർന്ന് വലിയൊരു പ്ലാൻ ഒരുക്കുന്നുവെന്ന തരത്തിലുള്ള ക്യാപ്ഷനുകൾ വലിയ ചർച്ചയായിരുന്നു. ആ ആശങ്കകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സഞ്ജുവിൻ്റെ ഈ ഒരു പരാജയം അദ്ദേഹത്തിൻ്റെ വിമർശകർക്ക് വലിയൊരു ആയുധമായി മാറും. അതിൽ യാതൊരു തർക്കവുമില്ല. സഞ്ജു ഒരു മത്സരത്തിൽ പരാജയപ്പെടുമ്പോൾ തന്നെ അദ്ദേഹത്തെ ടീമിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് വാളെടുക്കുന്ന വടക്കൻ മാധ്യമങ്ങളും സെലക്ടർമാരും അണിയറയിൽ സജീവമാണ്.
അന്താരാഷ്ട്ര കരിയറിലെ ആദ്യ പന്തെറിഞ്ഞ ഒരു ബൗളർക്ക് മുന്നിൽ സഞ്ജു ഇത്ര എളുപ്പത്തിൽ വിക്കറ്റ് ദാനം ചെയ്തത് ടീം മാനേജ്മെൻറ്റിൽ സഞ്ജുവിനെതിരെയുള്ള നീക്കങ്ങൾക്ക് ശക്തി കൂട്ടും. സഞ്ജുവിന് സ്ഥിരതയില്ലെന്ന പഴയ ന്യായീകരണം വീണ്ടും പൊടിതട്ടിയെടുക്കാൻ വിമർശകർക്ക് ഈ ഒരു ഇന്നിങ്സ് കാരണമാകും. എന്നാൽ സഞ്ജു എന്ന പ്രതിഭയെ ഒരു മത്സരത്തിലെ പരാജയം കൊണ്ട് അളക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. എത്ര വലിയ ചതിക്കുഴികൾ ഉണ്ടായാലും സഞ്ജു ഇതിലും ശക്തമായി തിരിച്ചുവന്ന ചരിത്രമേ ക്രിക്കറ്റ് ലോകത്തിനുള്ളൂ. സഞ്ജു 5 റൺസിന് പുറത്തായതോടെ സോഷ്യൽ മീഡിയയിലാകെ വലിയൊരു നിരാശയും കനത്ത പ്രകോപനവുമാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ബെൽഫാസ്റ്റിലെ സ്റ്റേഡിയത്തിൽ സഞ്ജുവിൻ്റെ സിക്സറുകൾ കാണാൻ വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്ത് കാത്തിരുന്ന ആയിരക്കണക്കിന് പ്രവാസി മലയാളികൾക്ക് ഈ ഔട്ട് വലിയൊരു ആഘാതമായി മാറി. എങ്കിലും സഞ്ജുവിനെ തള്ളിപ്പറയാൻ ആരാധകർ തയ്യാറല്ല. സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിന് പിന്തുണയുമായി വലിയൊരു സൈന്യം തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു പന്ത് പിഴച്ചുവെന്ന് കരുതി സഞ്ജു മോശം കളിക്കാരനാകില്ല. അടുത്ത മത്സരത്തിൽ ഇതിലും വലിയൊരു സെഞ്ചുറി പ്രകടനവുമായി സഞ്ജു മറുപടി നൽകും എന്നാണ് സഞ്ജു ആർമി ഒറ്റക്കെട്ടായി പറയുന്നത്. MS ധോണി മുൻപ് സഞ്ജുവിനോട് പറഞ്ഞതുപോലെ സ്വന്തം ശൈലിയിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ പരാജയങ്ങൾ സംഭവിച്ചേക്കാം. എന്നാൽ സ്വയം ഒതുങ്ങിക്കൂടാതെ ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആരാധകരും സഞ്ജുവിനോട് ആവശ്യപ്പെടുന്നത്. വരും മത്സരങ്ങളിൽ എല്ലാ വിമർശകരുടെയും വായടപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാസ് ഇന്നിംഗ്സ് സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിൽ നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം. അതേ സുഹൃത്തുക്കളെ, ഇപ്പോൾ നടന്ന മത്സരത്തിൽ ജയമുദ്രയുടെ ആദ്യ പന്തിൽ തന്നെ സഞ്ജു ബോൾഡായി പുറത്തായ ഈ നിർഭാഗ്യകരമായ നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഷോട്ട് സെലക്ഷൻ പിഴവാണോ ഈ വിക്കറ്റിന് കാരണമായത്? ഈ ഒരു പരാജയം സഞ്ജുവിൻ്റെ T20 കരിയറിനെ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വരും മത്സരങ്ങളിൽ സഞ്ജു ശക്തമായൊരു സെഞ്ചുറിയിലൂടെ മറുപടി നൽകുമോ? നിങ്ങളുടെ ആവേശം നിറഞ്ഞ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് സഞ്ജുവിനുള്ള നിങ്ങളുടെ പിന്തുണ അറിയിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ മാച്ച് വിശകലനങ്ങളും സഞ്ജുവിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ബ്രേക്കിംഗ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൺ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.